Modular inverses. We know that the linear congruence Ax congruent to B mod M has a solution. It has solution if D is the GCD of A, M, then D divides B. അങ്ങനെയാണെങ്കിലാണ് ഈ ലീനിയർ കോൺഗ്രൻസിന് എന്തുണ്ടാവുക സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് ഒരു യുണീക്ക് അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ടാവും? ഡി ഇൻകോൺഗ്രൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവും എന്നും പറഞ്ഞു. ഓക്കെ, ഇനി ഒരു യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ലീനിയർ കോൺഗ്രൻസിന് AX കോൺഗ്രൻറ്റ് ടു B മോഡ് എമ്മിന് യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ജി സി ഡി ഓഫ് AM എന്താവണം? 1 ആവണം. D ഈക്വൽ ടു 1 ആവണം. അപ്പോൾ അവിടെ യുണീക്ക് സൊല്യൂഷനാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇനി നമ്മളിവിടെ ഈ ഒരു പ്രത്യേക ലീനിയർ കോൺഗ്രൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത് AX കോൺഗ്രൻറ്റ് ടു 1 മോഡ് M. ഓക്കെ, AX കോൺഗ്രൻറ്റ് ടു 1 മോഡ് M. ബിക്ക് പകരം അവിടെ 1 ആണ്. Then this has a unique solution if GCD of AM equal to 1. ഓക്കെ, if and only if GCD of AM equal to 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം ഇഫ് ഒരു GCD ഓഫ് AM ഈക്വൽ ടു 1 ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ യുണീക്ക് AX സച്ച് ദാറ്റ് AX ഈസ് കോൺഗ്രൻറ്റ് ടു 1 മോഡ് M. സോ രണ്ട് ഇൻറ്റീജേഴ്സ് AM എന്നുള്ളതിൻ്റെ GCD 1 ആണെങ്കിൽ ഒരു യുണീക്ക് ഇൻറ്റീജർ X എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ഈ ലീനിയർ കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന AX കോൺഗ്രൻറ്റ് ടു 1 മോഡ് M സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു യുണീക്ക് ഇൻറ്റീജർ X എക്സിസ്റ്റ് ചെയ്യും. ഈ എക്സിനെ നമ്മൾ പറയാം ദെൻ ഇങ്ങനൊരു എക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ എ ഈസ് സെഡ് ടു ബി ഇൻവേർട്ടിബിൾ ആൻഡ് എക്സ് ഈസ് കാൾഡ് ആൻ ഇൻവേഴ്സ് ഓഫ് എ മോഡുലോ എം. സോ ഇങ്ങനെ ഒരു യുണീക്ക് എക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിച്ച് സാറ്റിസ്ഫൈസ് ദ കോൺഗ്രൻസ് AX കോൺഗ്രൻറ്റ് ടു 1 മോഡ് M, ദെൻ എ നമ്മൾ എന്താണെന്ന് പറയും എ ഈസ് സെഡ് ടു ബി ഇൻവേർട്ടിബിൾ ആൻഡ് എക്സ് ഈസ് കാൾഡ് ദ ഇൻവേഴ്സ് ഓഫ് എ മോഡുലോ എം. ആൻഡ് ഈ എ ഇൻവേഴ്സിന് എക്സ് ഈക്വൽ ടു എന്താണ്? എൻ്റെ ഇൻവേഴ്സ് ആണ്. സോ വി ഡിനോട്ട് ഇറ്റ് ബൈ എ ഇൻവേഴ്സ്. ഓക്കെ, സോ ആ എക്സ് എന്താണ്? എക്സ് ഈസ് എ ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് കൊടുക്കാം അല്ലേ? എക്സിൻ്റെ ഇവിടെ എ ഇൻവേഴ്സ് എന്താവും? കോൺഗ്രൻറ്റ് ടു 1 മോഡ് M. ഇനി ഇഫ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ദെൻ എ ഈസ് സെൽഫ് ഇൻവേർട്ടിബിൾ. നമ്മൾ പറഞ്ഞു ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ദിസ് എക്സ് എന്താവും? എ ഇൻവേഴ്സ് ആവും. ഓക്കെ, സച്ച് ദാറ്റ് എ ഇൻവേഴ്സ് ഈസ് കോൺഗ്രൻറ്റ് ടു 1 മോഡ് M. ഇനി എ ഈക്വൽ ടു എ ഇൻവേഴ്സ് ആണെങ്കിൽ എൻ്റെ ഇൻവേഴ്സ് എ തന്നെയാണെങ്കിൽ എ എന്താണെന്ന് പറയുന്നത് നമ്മൾ? എ ഈസ് സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് പറയും. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു കോൺഗ്രൻസ് കൊടുത്തിട്ടുണ്ട് 7 × 8 ഈസ് കോൺഗ്രൻറ്റ് ടു 1 മോഡ് 11. ഓക്കെ, ഇവിടെ എന്താണ്? ഇത് എന്ത് ഫോമിലാണ് കിടക്കുന്നത്? AX കോൺഗ്രൻറ്റ് ടു 1 മോഡ് M എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? A × X ഈസ് കോൺഗ്രൻറ്റ് ടു 1 മോഡ് M. ഇവിടെ A7 എക്സിൻ്റെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? 8 ആണ്. AX ഈസ് കോൺഗ്രൻറ്റ് ടു 1 മോഡ് 11. മോഡ് 11ൽ ഇത് കോൺഗ്രൻറ്റ് ടു 1 മോഡ് 11 ആണ്. സോ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 7 ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഇൻവേഴ്സ് ഓഫ് 7 എന്താണ്? 8 ആണ് മോഡുലോ 11. ഓക്കെ, 8 ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് 7 മോഡുലോ 11. ദാറ്റ് ഈസ് 7 ഇൻവേഴ്സ് ഈസ് 8 എന്ന് എഴുതാം. ഓക്കെ, നൗ 10 ഈസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ് മോഡുലോ 11. 10 എന്താണ്? മോഡുലോ 11ൽ 10ൻ്റെ ഇൻവേഴ്സ് 10 തന്നെയാണ്. കാരണം എന്താ? നമുക്ക് ഇങ്ങനെ എഴുതാം 10 × 10 ഈസ് കോൺഗ്രൻറ്റ് ടു 1 മോഡ് 11 അല്ലേ? ഈ കോൺഗ്രൻസ് നോക്കൂ. 10 × 10 100 ആണ്. 100 മൈനസ് 1 99. സോ 11 ഡിവൈഡ്സ് 99. സോ 10 × 10 ഈസ് കോൺഗ്രൻറ്റ് ടു 1 മോഡ് 11 ആണ്. ഇങ്ങനെ എഴുതാം. അതായത് ഇവിടെ എന്താണ്? 10ൻ്റെ ഇൻവേഴ്സ് 10 × 10 10 തന്നെയാണ് അല്ലേ? സോ ഇവിടെ എൻ്റെ ഇൻവേഴ്സ് എന്താണ്? എ തന്നെയാണ്. ഓക്കെ, എ ഇൻവേഴ്സ് ഈക്വൽ ടു 10ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 10 തന്നെയാണ്. സോ 10 എന്താണ്? സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. എവിടെ? മോഡുലോ 11ൽ. നെക്സ്റ്റ്, ഇൻവേഴ്സസ് ആർ യൂസ്ഫുൾ ഇൻ സോൾവിങ് ലീനിയർ കോൺഗ്രൻസസ്. ഇപ്പം നമ്മളൊരു മോഡ് എമ്മിലുള്ള ഒരു എ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുന്നതെന്ന് കണ്ടു. അപ്പോൾ ഈ ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലീനിയർ കോൺഗ്രൻസസ് സോൾവ് ചെയ്യാം. ഓക്കെ, സോ നമുക്കറിയാം നമ്മളൊരു ലീനിയർ കോൺഗ്രൻസ് കൺസിഡർ ചെയ്യുകയാണ് AX കോൺഗ്രൻറ്റ് ടു B മോഡ് M വെർ GCD ഓഫ് AM ഈക്വൽ ടു 1. ഇനി GCD ഓഫ് AM ഈക്വൽ ടു 1 ആണ് AX കോൺഗ്രൻറ്റ് ടു B മോഡ് M. സോ ഇതിനെന്തുണ്ട്? ദിസ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, നൗ സിൻസ് GCD ഓഫ് AM ഈക്വൽ ടു 1, A as an inverse A inverse modulo M. നമ്മൾ പറഞ്ഞു GCD ഓഫ് AM ഈക്വൽ ടു 1 ആയതുകൊണ്ട് there exists a unique X such that AX is congruent to 1 മോഡ് M. ഓക്കെ, ആൻഡ് ദിസ് എക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ദിസ് എക്സ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് എ
സോ ദർ എക്സിസ്റ്റ് എ എക്സ് എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ ഇൻവേഴ്സ് സച്ച് ദാറ്റ് എ ഇൻവേഴ്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod m. സോ ഇവിടെ ജി സി ഡി ഓഫ് എ എം ഈക്വൽ ടു 1 ആയതുകൊണ്ട് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 mod m. ഓക്കെ, അപ്പോൾ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലീനിയർ കോൺഗ്രുവൻസ് എന്തായിരുന്നു നമ്മളിവിടെ കൺസിഡർ ചെയ്തത് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. ഇതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കണ്ടത്, അതായത് ഇവിടുത്തെ എക്സ് എന്താണെന്ന് കാണുന്നത്. സോ എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. ജി സി ഡി ഓഫ് എ എം 1 ആയതുകൊണ്ട് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, എ ഇൻവേഴ്സ് മോഡുലോ എം എക്സിസ്റ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കോൺഗ്രുവൻസിനെ എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം അല്ലെ, അതിൻ്റെ രണ്ടിൻ്റെ ഇവിടെ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ഓഫ് ദ കോൺഗ്രുവൻസ് ബൈ എ ഇൻവേഴ്സ്. രണ്ട് സൈഡിലും നമ്മൾ എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി മോഡ് എം. ഇനി ഇവിടെ എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് നമുക്ക് എ ഇൻവേഴ്സ് എ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് ബി മോഡ് എം. ഇനി എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്താണ്, എൻ്റെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ്. സോ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈസ് 1. So 1 into x is congruent to A inverse B mod M. That is x is congruent to A inverse B mod M. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് പറയുന്ന ഒരു ലീനിയർ കോൺഗ്രുവൻസ്, അതിൻ്റെ ജി സി ഡി ഓഫ് എ എം ഈക്വൽ ടു 1 ആണ്. സോ ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ആൻഡ് ആ സൊല്യൂഷൻ എന്താണ്, എക്സ് ആണ്. എക്സ് എന്താണെന്ന് നമുക്ക് കിട്ടി, എ ഇൻവേഴ്സ് ബി ആണ് എവിടെ, മോഡ് എമ്മിൽ. സോ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, എ ഇൻവേഴ്സ് ബി ആണ്. സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ കാണാം. ഇതാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്, തിയറം 4.10. ദ യുണീക്ക് സൊല്യൂഷൻ ഓഫ് ദ ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം വിത്ത് ജി സി ഡി ഓഫ് എ എം ഈക്വൽ ടു 1 ഇസ് ദ ലീസ്റ്റ് റെസിഡ്യൂ ഓഫ് എ ഇൻവേഴ്സ് ബി മോഡ് എം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആൻഡ് ജി സി ഡി ഓഫ് എ എം ഈക്വൽ ടു 1. സോ ജി സി ഡി ഓഫ് എ എം ഈക്വൽ ടു 1 ആയതുകൊണ്ട് ദിസ് ലീനിയർ കോൺഗ്രുവൻസ് ഹാസ് എ യൂണിക് സൊല്യൂഷൻ. ഇതിൻ്റെ യുണീക്ക് സൊല്യൂഷൻ എന്താണെന്നാണ് പറയുന്നത്, ദ ലീസ്റ്റ് റെസിഡ്യൂ ഓഫ് എ ഇൻവേഴ്സ് ബി മോഡ് എം. അതായത് എ ഇൻവേഴ്സ് ബി മോഡ് എം കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന നമ്പർ എക്സ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടി. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കണ്ടു അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് ബി മോഡ് എം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്താവും, എക്സ് ആണെങ്കിൽ എക്സ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് ബി മോഡ് എം ആയിരിക്കും. Using theorem 4.10, solve the 100 fouls riddle in example 3.18. ഓക്കെ, നമ്മളിപ്പോൾ കണ്ട തിയറം 4.10 അതിൽ നമ്മൾ പറഞ്ഞു എ ഇൻവേഴ്സ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ ബി മോഡ് എം ആൻഡ് ജി സി ഡി ഓഫ് എ എം ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ യുണീക്ക് സൊല്യൂഷൻ എക്സ് എന്താവും, കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് ബി മോഡ് എം ആവും. സോ ഇതിൻ്റെ സൊല്യൂഷൻ, കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ ആ ഒരു തിയറം ഉപയോഗിച്ചിട്ട് 100 ഫൗൾസ് റിഡൽ നമ്മൾ എൽ ഡി ഇ പഠിച്ചപ്പോൾ അവിടെ കണ്ടിരുന്നു 100 ഫൗൾസ് റിഡൽ, അവിടെ അത് സോൾവ് ചെയ്തിരുന്നു. അവിടെ അത് എൽ ഡി ഇൻ്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മളത് കോൺഗ്രുവൻസ് ആക്കി മാറ്റിയിട്ട് ഒരു കോൺഗ്രുവൻസ് ഇക്വേഷൻ കോൺഗ്രുവൻസ് റിലേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ രണ്ട് പസിൽ വായിച്ചിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തിരുന്നു. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 100, 5x പ്ലസ് 3y പ്ലസ് z/3 ഈക്വൽ ടു 100. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷനിൽ നിന്നും z എന്ന് പറയുന്ന zനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇവിടെ നമുക്ക് z എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സെക്കൻഡ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15x പ്ലസ് 9y പ്ലസ് z ഇസ് ഈക്വൽ ടു 300 എന്ന് കിട്ടും. ദിസ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. സോ 15x മൈനസ് x 14x പ്ലസ് 3y മൈനസ് y 9y മൈനസ് y 8y ഈക്വൽ ടു z മൈനസ് ഇവിടെ എന്ത് കിട്ടും, z മൈനസ് z. സോ z എലിമിനേറ്റ് ആയി പോയി, ബാക്കി 300 മൈനസ് 100 200. ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കിയാൽ 7x പ്ലസ് 4y ഈക്വൽ ടു 100 എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് അവിടെ കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു, 7x പ്ലസ് 4y ഈക്വൽ ടു 100 എന്നായിരുന്നു. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 7x മൈനസ് 100 ഈക്വൽ ടു 4y, അതായത് എന്താണ് 4 ഡിവൈഡ് 7x മൈനസ് 100, ദാറ്റ് ഈസ് 7x ഈസ് കോൺഗ്രുവൻറ്റ് ടു 100 മോഡ് 4. അപ്പോൾ അത് നമുക്കൊരു ലീനിയർ കോൺഗ്രുവൻസ് ആക്കിയിട്ട് എങ്ങനെ എഴുതാം, 7x കോൺഗ്രുവൻറ്റ് ടു 100 മോഡ് 4 എന്ന് എഴുതാം. ഇനി 7 മോഡ് 4ൽ 7ൻ്റെ വാല്യൂ എന്താണ്,
7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. സോ 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ് 3. സോ നമുക്കിതിന് എന്താ മോഡ് 4ൽ 7 നമുക്ക് 3 എന്ന് എഴുതാം. സോ 3x കോൺഗ്രുവൻറ്റ് ടു 100 എന്താണ് മോഡ് 4ൽ 0 ആണ്. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ് 0 ആണ്. സോ 100ൻ്റെ വാല്യൂ മോഡ് 4ൽ 0 ആണ്. സോ ഈ കോൺഗ്രുവൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം 3x കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 എന്ന് എഴുതാം. ഇനി സോ ഇവിടെ നമുക്ക് 3x കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 ആണ് കിട്ടി. നമുക്ക് എന്താ കിട്ടേണ്ടത് x കോൺഗ്രുവൻറ്റ് ടു എന്താണ് മോഡ് 4ൽ എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, എക്സ് കോൺഗ്രുവൻറ്റ് ടു എന്നുള്ള ഫോമിൽ കിട്ടണം, എന്നാലേ ഉള്ളൂ അതിൻ്റെ സൊല്യൂഷൻ ആവുക. ഓക്കെ, സോ എക്സ് കോൺഗ്രുവൻറ്റ് ടു എന്നാവണമെങ്കിൽ ഇവിടെ 3x കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് എക്സ് കോൺഗ്രുവൻറ്റ് ടു എന്ന ഫോമിലേക്ക് ആവണമെങ്കിൽ എന്ത് വേണം, ഈ 3നെ ഇവിടുന്ന് ഒഴിവാക്കണം, അല്ലെ ഈ 3 മാറിയിട്ട് അവിടെ 1 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് കോൺഗ്രുവൻറ്റ് ടു എന്നുള്ള ഫോമിലാവും. സോ ആ 3നെ അവിടെ നിന്ന് മാറ്റി അവിടെ 1 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ 3ൻ്റെ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലേ രണ്ട് സൈഡിലും 3 ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 3 ഇൻവേഴ്സ് ഇൻറ്റു 3 എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 ഇൻവേഴ്സ് ഇൻറ്റു 0 മോഡ് 4. ഓക്കെ, സോ 3 ഇൻവേഴ്സ് ഇൻറ്റു 3 എന്താവും 1 ആവും. സോ 1 ആവും, അല്ലേ, കാരണം നമുക്കറിയാം എ ഇൻവേഴ്സ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം ആണ്. സോ അത് വെച്ചിട്ട് 3 ഇൻവേഴ്സ് ഇൻറ്റു 3 എന്താവും 1 ആവും. സോ എക്സ് കോൺഗ്രുവൻറ്റ് ടു പറഞ്ഞ വാല്യൂ എന്താണെന്ന് ഇവിടെ കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് 3 ഇൻ മോഡ് 4? 3 ഇൻവേഴ്സ് എന്താണെന്ന് കാണണം എവിടെ, മോഡ് 4ൽ. മോഡ് 4ൽ 3ൻ്റെ ഇൻവേഴ്സ് എന്താണ്, നമുക്കറിയാം എ ഇൻവേഴ്സ് എന്താണ് കോൺഗ്രുവൻറ്റ് ടു 1 ആവും. ഇവിടെ നമ്മൾ മോഡ് 4 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എ ഇൻവേഴ്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 4 ആണ്. സോ ഇവിടെ എന്താണ് 3ൻ്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടത്. സോ 3 ഇൻറ്റു 3 ഇൻവേഴ്സ് എന്താവും കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 4 ആവും. സോ നമുക്ക് 3ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ നമ്പർ സച്ച് ദാറ്റ് 3 ഇൻറ്റു ദാറ്റ് നമ്പർ വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 4. ഓക്കെ, സോ എക്സ് ആണ് 3 ഇൻവേഴ്സ് എങ്കിൽ 3x എന്താവും കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 4 ആവും. ആ രീതിയിൽ വരുന്ന എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇവിടെ മോഡ് 4 ആയതുകൊണ്ട് എക്സ് വരാവുന്ന പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്, 0 1 2 3. ഇതാണ് എന്ത് എക്സിൻ്റെ പോസിബിലിറ്റീസ് ഉള്ളത്. നമുക്കിത് ഓരോന്നും ഇട്ട് നോക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ 3 ഇൻറ്റു 0 ആണ് -1 എന്ന് കിട്ടും, അല്ലേ. 3 ഇൻറ്റു 0 -1, ഇവിടെ 1 ഉണ്ട്. സോ -1, 4 ഡസ് നോട്ട് ഡിവൈഡ്സ് -1. അടുത്തത് 1 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 1 വരും, ദാറ്റ് ഈസ് 3. 3 മൈനസ് ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ 3 മൈനസ് 1 ദാറ്റ് ഈസ് 2. 4 ഡസ് നോട്ട് ഡിവൈഡ്സ് 2. അടുത്തത് 2 കൊടുക്കുമ്പോൾ എന്താണ്, 3 ഇൻറ്റു 2 6 മൈനസ് 1 ഈസ് 5 ആൻഡ് 4 ഡസ് നോട്ട് ഡിവൈഡ്സ് 5. അപ്പോഴും ശരിയാവുന്നില്ല. അടുത്തത് 3 കൊടുക്കുമ്പോൾ എന്താണ്, 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 9 ആണ്. 9 മൈനസ് 1 ഈസ് 8 ആൻഡ് 4 ഡിവൈഡ്സ് 8. ഓക്കെ, സോ ഈ കോൺഗ്രുവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 3 ആവുമ്പോൾ 3 ഇൻറ്റു 3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 4. അതായത് മോഡ് 4ൽ 3ൻ്റെ ഇൻവേഴ്സ് എന്ത് തന്നെയാണ്, 3 തന്നെയാണ്. ഓക്കെ, സോ നമുക്കിവിടെ 3ൻ്റെ ഇൻവേഴ്സ് 3 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. 3 ഇൻവേഴ്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 ആണ് മോഡ് 4ൽ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എക്സ് കോൺഗ്രുവൻറ്റ് ടു എന്ന ഫോമിൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡിലും 3ൻ്റെ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 3 ഇൻറ്റു 3x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 ഇൻറ്റു 0 മോഡ് 4. സോ ഇവിടെ എന്താവും, 3 ഇൻറ്റു 3 ഇൻവേഴ്സ് 3 ആയതുകൊണ്ട് 3 ഇൻറ്റു 3 1 ആവും. സോ എക്സ് കോൺഗ്രുവൻറ്റ് ടു 3 ഇൻറ്റു 0 മോഡ് 4. സോ എക്സ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു 40. സോ എക്സ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4. മോഡ് 4ൽ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എക്സ് ഏതൊക്കെ വാല്യൂസ് വരാം, എക്സ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് 4, അല്ലേ. സോ നമുക്ക് എക്സിനെ എക്സ് ഇസ് ഈക്വൽ ടു 40 എന്ന് എഴുതാം, വേർ ടി ഈസ് ആൻ ഇൻറ്റീജർ. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടി. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ 7x + 4y = 100ൽ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 4t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y എന്ത്, സോ 7 × 40 + 4y = 100. സോ ഇവിടെ നിന്ന് നമുക്ക് y ഇസ് ഈക്വൽ ടു 25 - 7t എന്ന് കിട്ടും. അപ്പോൾ എക്സും വൈയും കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെഡും കിട്ടും. സോ z ഇസ് ഈക്വൽ ടു 3t + 75 എന്ന് കിട്ടി. സോ ദ സൊല്യൂഷൻ നമ്മൾ 100 ഫോൾഡ്സ് പസിലിൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു 40, y ഇസ് ഈക്വൽ ടു 25 - 70 ആൻഡ് z ഇസ് ഈക്വൽ ടു 75 + 3t.